ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രവിയേട്ടനോടും സച്ചിയോടും രേവതിയുടെ കുറ്റമൊക്കെ പറഞ്ഞിങ്ങനെ വലിയ ഡയലോഗ് അടിച്ച് ചന്ദ്രമതി നിൽക്കുക. ഞാൻ രേവതി പാവമാണെന്നാണ് ഞാൻ ഓർത്തത്, എന്നാലും അവൾ ഇതുപോലത്തെ പണി ചെയ്യുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലെന്നാണ് ശ്രുതിമോൾ പറയണത്. അങ്ങനെ ഇവരതും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. നിൻ്റെയൊക്കെ ഈ കാട്ടായം കണ്ട് നാട്ടുകാരതൊക്കെ കണ്ട് കൈകൊട്ടി ചിരിക്കുകയാണെന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ സച്ചിയുടെ മുന്നിലേക്ക് ചെല്ലുമ്പം ആരാ ചിരിക്കുന്നതെന്ന് നിങ്ങൾ പറ, അവരുടെ കാരണം ഞാൻ അടിച്ച് പോയിക്കും, പല്ലടിച്ച് ഒഴിക്കും, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു. അന്നേരം അത് കേട്ടപ്പോൾ നാട്ടിലുള്ളവർ മുഴുവൻ ചിരിക്കുക. എന്തൊരു നാണക്കേടായിടാ ഇത് എന്നൊക്കെ പറഞ്ഞ ചന്ദ്രമതി. അപ്പോൾ അമ്മേ, അവന് വേണ്ടി പണക്കാരിയായ ഒരു പെണ്ണിനെ ആലോചിച്ചല്ലേ, അപ്പോൾ അതെല്ലാവരും കൂടെ ചേർന്നെങ്കിൽ ഇല്ലാണ്ടാക്കി, അതൊന്നും നടന്നിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ അപമാനം ഉണ്ടാകുമായിരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് സുധി. അപ്പോൾ എന്താ നീ പറഞ്ഞേ? അപമാനമോ? ആ വാക്ക് നീ പറയരുത്, അത് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയുള്ളടാ ഉണ്ടടാ, നീയാണ് എല്ലാത്തിനും കാരണമെന്നും പറഞ്ഞ് നമ്മുടെ സച്ചി സുധിയോട് പറയുമ്പോൾ ഞാനെന്താ ചെയ്ത്? നീയും നിന്റെ ഭാര്യയാണ് ഇതിനൊക്കെ കാരണമെന്ന് പറയുമ്പോൾ നീ കാശ് കൊണ്ട് ഓടിപ്പോയത് കൊണ്ടല്ലേടാ ഈ വീടിൻ്റെ താളം തെറ്റിയതെന്നും ചോദിച്ചു സച്ചി. എല്ലാത്തിനും കാരണം നീ ഓടിപ്പോയപ്പോൾ അച്ഛൻ്റെ മാനം പകുതി പോയി, ബാക്കിയുള്ളവൻ ഇളയവനും കൊണ്ടുപോയി. നിങ്ങൾ രണ്ട് തല തിരിഞ്ഞവൻ കാരണം എൻ്റെ അച്ഛൻ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നിന്റെ സംസാരം കേട്ടാൻ തോന്നും നീ മാത്രം നല്ലവനെന്ന്. നീ നിൽക്കുന്ന നിലം ഒന്ന് നോക്കാൻ പറഞ്ഞു. അന്നേരം ശ്രുതി വന്ന് സച്ചിയോട്, ഈ നിലത്തിന് എന്താ പ്രശ്നം? നോക്കാൻ പറഞ്ഞു. ഒരു പ്രശ്നമില്ലല്ലോ, നേരാവണ്ണം നിൽക്കാൻ പറ്റുന്നുണ്ടോ നിനക്ക്? നീ കുടിച്ചിട്ട് വരുന്നത് എന്താ? അങ്കിളിന് അപമാനമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഓരോ അപമാനവും ഇല്ല. ഇവനും അതുപോലെ ശ്രീകാന്തുമാണ് അച്ഛൻ ഈ അവസ്ഥയിലാക്കിയത്. നിന്റെ ഭാര്യ ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് എന്ന് ശ്രുതി പറയുമ്പോൾ ശ്രുതി എന്ന് പറഞ്ഞ് നമ്മുടെ അച്ഛൻ വിളിച്ചു. അപ്പം എങ്ങനെ ദേഷ്യം വരാതിരിക്കും അങ്കിളെ? രേവതി ചെയ്ത തെറ്റിന് സുധി എന്തിനെ കുറ്റപ്പെടുത്തുന്നെന്ന് ശ്രുതി ചോദിച്ചു. അതെ, ഇവനെ കുറ്റപ്പെടുത്തും. നീ എന്താടി എൻ്റെ മൂക്ക് മുറിക്കുമോ എന്ന് ചോദിച്ചു. നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, അതാ നിനക്ക് നല്ലതെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സംസാരിച്ചു. നീ എന്ത് ചെയ്യൂടാ? കുറേ നേരമായിട്ടല്ലേ നീ തുടങ്ങിയിട്ട്, ഓവറാവല്ലേ നീ പറഞ്ഞു സുധി. അപ്പോൾ വേണ്ട ഒച്ച വയ്ക്കണ്ട, നിന്നെ ശരിയാക്കും. രാഹുൽ എൻ്റെ അനിയൻ്റെ നിന്ന് അടി വാങ്ങി, നീയും വാങ്ങിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ നേരാവണ്ണം നിൽക്കാൻ കഴിയാത്ത നീയാണോടാ എന്നെ അടിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്താടാ കാണണോന്ന് ചോദിച്ചു. കാണണോടാന്ന് പറഞ്ഞു സുധി സച്ചിയെ പിടിച്ചൊരു ഒറ്റ തള്ള്. അപ്പം എന്താടാ ഇതെന്ന് ചോദിച്ച് സച്ചി തിരിഞ്ഞിട്ട് ഒരൊറ്റയടി സുധിയുടെ ചെവിക്കല്ല് തീർത്തിട്ട് അച്ഛൻ ഇടയ്ക്ക് കയറുന്നു, അമ്മ ഇടയ്ക്ക് കയറുന്നു. ഈ സമയത്ത് സച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും പിന്നെ അങ്ങോട്ട് ഉന്തായി തള്ളായി പിടി വലി അടി ഇടി തോഴി ചവിട്ട് സുധി അവിടെ ഇട്ട് അടിച്ച് തകർക്കുവാണ് നമ്മുടെ സച്ചി. ഈ സമയത്ത് അച്ഛൻ വേഗം തന്നെ കുഴഞ്ഞു വീഴുന്നു. ഇതൊക്കെ കണ്ട് അയ്യോ അച്ഛാന്ന് പറഞ്ഞ് മക്കൾ അടിയൊക്കെ നിർത്തി അങ്ങ് ചെന്നു. പിന്നെ വെള്ളം എടുത്തുകൊണ്ട് വരുന്നു, അതുപോലെ തന്നെ മുഖത്ത് തളിക്കുന്നു. അങ്ങനെ അച്ഛൻ വല്ലാതെയായി. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ രേവതി ചാടി അങ്ങ് എഴുന്നേറ്റു. അപ്പോഴേക്കും കൂടെ കിടന്ന അമ്മയും അനിയത്തിയും ചാടി എഴുന്നേറ്റു. എന്താ മോളെ എന്താന്ന് ചോദിച്ചു. അപ്പോൾ ദുർസ്വപ്നം വല്ലതും കണ്ടോ ചേച്ചി, എന്താ ചേച്ചി എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ രേവതി ആ സ്വപ്നമൊക്കെ കണ്ട് ഞെട്ടി ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെ കാണാതിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നേരം പറയുക. ദേവു നീ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടുത്തിരിക്കുന്ന വെള്ളം എടുത്ത് രേവതിക്ക് കുടിക്കാൻ കൊടുത്തു. രേവതിയാണെങ്കിൽ ആ വെള്ളം മുഴുവനെ അങ്ങ് കുടിച്ചു. അപ്പോൾ എന്തൊക്കെയോ അരുതാത്തത് നടക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ എനിക്ക് വരും അമ്മയെന്ന് പറഞ്ഞു. എനിക്കെന്തോ പേടിയാവും അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ മോളൊന്നും ആലോചിക്കാതെ ഓരോന്ന് ചെയ്ത് കൂട്ടിയിട്ട് ഇപ്പോൾ അനുഭവിക്കാനായില്ലേ എന്നൊക്കെ ചോദിച്ചു അമ്മ മകളോട്. തലയിലെഴുത്ത്, അല്ലാതെ ഇതിന് എന്താ പറയുക എന്നൊക്കെ ചോദിച്ച അമ്മ ഇങ്ങനെ രേവതിയോട് സംസാരിക്കാം. മോളെ നീ സച്ചിയെ ചെന്ന് കണ്ടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവൻ്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കാനായിട്ട് നോക്കാനൊക്കെ പറഞ്ഞു. എത്ര നാളിങ്ങനെ കഴിയും മോളെ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ രേവതിയോട് സംസാരിക്കുക. നാളെ തന്നെ ചെന്ന് സച്ചിയെ കണ്ട് എൻ്റെ മോള് സംസാരിക്കണമെന്നും പറഞ്ഞ് അങ്ങനെ 3 പേരും കൂടെ കിടന്നു. പക്ഷേ രേവതിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. രേവതി ഇങ്ങനെ ആകെ വല്ലാതായിട്ടിരിക്കുക. ഈ സമയത്ത് നമ്മുടെ അച്ഛൻ അവിടെ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു വല്ലാത്ത ദുരന്തം രവിയേട്ടനെ തേടി വന്നു. ചന്ദ്രമതി അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്നു. അപ്പോഴേക്കും സച്ചിയും സുധിയും ശ്രുതിയും കൂടി ഇങ്ങനെ പുറത്തുണ്ട്. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചന്ദ്രമതിയെ ശ്രുതി സമാധാനിപ്പിക്കുക. ആൻറ്റി ഇങ്ങനെ കരയല്ലേ, അങ്കിളിനൊന്നും വരില്ല, പെട്ടെന്ന് ഓക്കെ ആകും, കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടൊന്നും ഒരു ഇതുമില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഡോക്ടർ ഇറങ്ങി വന്നപ്പോൾ ഡോക്ടർ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഓടി ഇവർ ചെല്ലുക. അപ്പോൾ എന്താ എൻ്റെ അച്ഛന് പറ്റിയേ? അപ്പോൾ മൈൽഡ് അറ്റാക്ക് ആണെന്നുള്ള കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും ഇവർ ഞെട്ടി. അച്ഛൻ അറ്റാക്ക് വന്നു എന്നുള്ളൊരിത് കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ മക്കൾ വഴക്കമുണ്ടാക്കി അച്ഛന് അറ്റാക്കും വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇതുവരെ ബോധം വന്നിട്ടില്ല എന്നുള്ള കാര്യം ഡോക്ടർ ഇങ്ങനെ പറയാം. മൊത്തത്തിൽ അദ്ദേഹം തളർന്നു കേട്ടോ. ശരിക്കും ECGയും CT സ്കാനും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയതിൻ്റെ റിപ്പോർട്ടും ഒക്കെ വരാനുണ്ട്. അതോടെ വന്നു കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ സാർ,
പെട്ടെന്ന് ശരിയാവില്ലെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി കരഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ നില അല്പം ക്രിട്ടിക്കലാണ് എന്നുള്ള കാര്യം അന്നേരം പറയുന്നു. അവിടെ വെച്ച് ഈ ഡോക്ടർ സച്ചിയോട്. അത് കേട്ടപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ അച്ഛൻ അപ്പോൾ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു വരികയാണെന്നും ഹാർട്ടിലേക്കുള്ള ആ ഒരു ഇതെല്ലാം കുറവാണെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതൊക്കെ കേട്ട് ഇവരിങ്ങനെ തകർന്ന് നിൽക്കുക. ഈ സമയത്ത് എനിക്ക് പേടിയാകുന്നിടാ എന്നും പറഞ്ഞുകൊണ്ട് സുധിയുടെ കൈ പിടിച്ച് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ കരയുമ്പോൾ അമ്മ ധൈര്യമായിട്ടിരിക്കുക, റിപ്പോർട്ട് വരട്ടെ, കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ വിഷമിക്കാതെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ധൈര്യമായിട്ടിരിക്കണം, അങ്ങളിനൊന്നും ആവില്ല എന്ന് പറഞ്ഞ് ശ്രുതിയും. അപ്പോൾ ഒന്നും ഉണ്ടാവില്ല അമ്മയെന്നും പറഞ്ഞ് ശ്രുതിയും സമാധാനിപ്പിക്കുക. പക്ഷേ നമ്മുടെ സച്ചി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. ഇപ്പം നിനക്ക് സമാധാനമായില്ലേ എന്ന് ചോദിച്ചു ചന്ദ്രമതി. കുടിച്ചിട്ട് വന്നിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തിന് ഈ നിലയിലാക്കിയപ്പോൾ നിനക്ക് സമാധാനമായില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ചന്ദ്രമതി ഇങ്ങനെ സച്ചിയോട് ചോദിക്കുന്നത്. ശ്രീകാന്തും രേവതിയും ചേർന്ന് അദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിലും കിടത്തി. ആ വേദനയിലും സങ്കടത്തിലുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഇപ്പം നീ ഐസിയുലും കയറ്റിയില്ലേ എന്ന് ചോദിച്ചു. അങ്ങനത്തെ സച്ചിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ് ചന്ദ്രമതി ഭയങ്കര കരച്ചിലാണ്. അപ്പം കരയാതെ ഇങ്ങനെ കരയില് അച്ഛനൊന്നും ആവില്ല എന്ന് പറഞ്ഞ് സച്ചി പറയാം, ഇപ്പോൾ ബോധം വരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചി കയ്യിൽ നിന്ന് പോയി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതുപോലെ ചന്ദ്രമതി ഭയങ്കര കരച്ചിൽ. അങ്ങനത്തെ ചന്ദ്രമതിയെ കൊണ്ടുവന്ന നേരത്തേക്കും ശ്രുതി പിടിച്ച് അവിടെ ഇരിക്കുക ആൻറ്റി എന്ന് പറഞ്ഞു. ശ്രുതി ആൻറ്റിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുപോവാ അതും പറഞ്ഞതേ. അങ്ങനെ അവരവിടെ നിൽക്കുന്നു. നമ്മുടെ സച്ചി ആണെങ്കിൽ ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് അച്ഛനകത്ത് കിടക്കുന്നത് ആ ഒരു ഐസുവിൻ്റെ ഓട്ടയിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് നമ്മുടെ പൂക്കടയിൽ ഞാൻ പൊക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് രേവതി രാവിലെ പോകാൻ നോക്കുക. അമ്മ ഒരു റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഇല്ല ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. നീ സച്ചി ചെന്ന് കണ്ട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പം ദേ അതൊന്നും നടക്കുന്ന കാര്യമല്ല അമ്മയെന്ന് പറഞ്ഞപ്പം അവന് നിന്നോട് ദേഷ്യമൊന്നുമില്ല. സച്ചി ഇന്നലെ രാത്രി വീടിനടുത്ത് വരെ വന്നതല്ലേ, അവൻ്റെ സുഹൃത്തിനെ അവൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടില്ലേ. അപ്പോൾ അവന് നിന്നോട് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ മോളെ? ഒരിക്കലും ചെയ്യില്ലല്ലോ. അത് ഞാനെന്തെങ്കിലും കടുങ്കൈ ചെയ്തോ എന്ന് പേടിച്ചിട്ട് വന്നതാ പുള്ളി. ദേഷ്യമില്ലായിരുന്നെങ്കിലേ അദ്ദേഹം ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു രേവതി. അന്നേരം പോട്ടെ, എന്നെ ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. അപ്പം നീ ആ വാശി അങ്ങ് കളഞ്ഞ രേവതി. നേരിട്ട് ചെന്ന് കണ്ട് സംസാരിക്കാൻ മടിയാണെങ്കിൽ നീ അവനെ ഒന്ന് വിളിക്കുക, ഫോണിൽ സംസാരിക്കാനൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അമ്മ വെറുതെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഭക്ഷണം ഓസിന് കഴിച്ച് അധികം നാൾ ഞാനിവിടെ താമസിക്കില്ല എന്ന് രേവതി അന്നേരം പറഞ്ഞു. ഒരു ബാധ്യത ആവില്ല അമ്മേ, ഞാൻ ഇന്ന് തന്നെ ഇറങ്ങണോ? അതമ്മ പറഞ്ഞു. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാമെന്ന് പറഞ്ഞപ്പം വാ ഇടയ്ക്കടി ഒരടിയം വെച്ച് തരും. ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നീ ഒന്ന് ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് നീ സംസാരിക്കുക. കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി വീട്ടിൽ വന്ന് നിന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. എന്നായാലും നീ സച്ചിയുടെ അടുത്തേക്ക് എത്തേണ്ടവളാ, അങ്ങനെ ചെന്നേ പറ്റുള്ളൂ എന്ന് അമ്മ പറഞ്ഞു. അപ്പോഴത്തേക്കും ശരത്ത് പോകാൻ ഇറങ്ങി വന്നു. നിൽക്ക്, ഒരു കാര്യം ചെയ്യ്, നിനക്ക് ചിലവിന് കാശ് വേണേ ചോദിച്ചപ്പോൾ കാശൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. നിൻ്റെ കയ്യിൽ എവിടുന്ന കാശ് എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി. അമ്മ 3 ദിവസം മുന്നേ കാശ് തന്നിരുന്നല്ലോ, അത് മുഴുവനും ഞാൻ ചിലവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറ്റിയോ ആവോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു അമ്മ. ചെല്ല് എന്നും പറഞ്ഞ് അമ്മ മോനെ പറഞ്ഞു വിട്ടു. അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറയേണ്ടത് പറഞ്ഞു, ഇനി നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ നീ ചെല്ലെന്നും പറഞ്ഞു. അങ്ങനെ രേവതിയെ പറഞ്ഞു വിടുക. അങ്ങനെ രേവതി അവിടെ നിന്ന് പോണു. ഈ സമയത്ത് അമ്മയും അതുപോലെ തന്നെ നമ്മുടെ ദേവവും കൂടി അവിടെ അടുത്തുള്ള ഒരു ചേച്ചിയെ കണ്ടു. എന്തോ ഭക്ഷണം കൊണ്ടേ കൊടുത്തു. അപ്പോൾ അത് ഞങ്ങൾ കഴിച്ചോളാം, അകത്ത് കൊണ്ടുപോയി വെച്ചേരാം, അവിടെ രേവതി ഉണ്ടെന്ന് പറഞ്ഞു. രേവതി മോൾ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചപ്പം അവൾ ഇന്നലെ വന്നതാ, കൊണ്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരങ്ങ് പോയി. ഈ സമയത്ത് ഈ ചേച്ചി വീടിനകത്തേക്ക് വന്നു രേവതിയെ വിളിച്ചുകൊണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയില്ലേ മോളെന്ന് ചോദിച്ചു. ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് അസുഖമൊന്നുമില്ലല്ലേ ചേച്ചി? അപ്പോൾ സച്ചിയുടെ അച്ഛൻ ഹോസ്പിറ്റലിലായതൊന്നും നീ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ രേവതി ഞെട്ടി. എന്താ പറഞ്ഞേ? അച്ഛൻ ഹോസ്പിറ്റലിലോ? എന്തു പറ്റി? എന്ത് ചേച്ചി അച്ഛന് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അറ്റാക്കാണെന്ന് പറഞ്ഞു. ഇത് കേട്ട് നമ്മുടെ രേവതി ഞെട്ടി. അപ്പോഴേക്ക് രേവതി ആകെ തകർന്നു പോയിട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ പോയത്. അപ്പോഴാണ് നിൻ്റെ വീട്ടുകാരൊക്കെ അവിടെ നിൽക്കുന്നത് കണ്ട. ചോദിച്ചപ്പോൾ ഇങ്ങനെ അറ്റാക്കാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അച്ഛനും അയ്യോ ചേച്ചി ഇത് അമ്മയോടൊന്ന് പറഞ്ഞേക്കും, ഞാൻ ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ രേവതി അവിടുന്ന് അച്ഛനെ കാണാനായിട്ട് ഓടുക. ഈ സമയത്ത് നമ്മുടെ സച്ചിയും അതുപോലെ ശ്രുതിയും ചന്ദ്രമതിയും ഒക്കെ കൂടി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ശ്രുതി ഒക്കെ ഭയങ്കര വിഷമത്തില്ല. അപ്പോൾ സച്ചിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം. ആദ്യം ഒന്ന് വന്നിട്ട് പോയതാ, പിന്നെ ഒറ്റൊരുത്തരെയും കാണുന്നില്ല, ഇതെന്താ ഇതെന്നൊക്കെ ചോദിച്ചാൽ അച്ഛൻ ഇതുവരെ ബോധം പോലും വന്നിട്ടില്ലെന്ന് പറഞ്ഞ് സച്ചി അടക്കുന്ന വിഷയം ഉണ്ടാക്കുക. ഇതുവരെ അച്ഛന് ബോധം വന്നിട്ടില്ല, കണ്ണ് തുറന്നിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നു. ഡോക്ടർമാർ വന്ന് നോക്കുന്നു പോലും ഇല്ലല്ലോടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ എടാ അവർ മെഡിസിൻ കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ നീ ഇങ്ങനെ ടെൻഷൻ ആവില്ലെന്ന് പറഞ്ഞു ശ്രുതി. പിന്നെ എന്നിട്ട് അച്ഛൻ എന്താ കണ്ണ് തുറക്കാത്ത? അച്ഛന് ബോധം വരാത്ത എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു സച്ചി. അന്നേരം ഞാൻ ഇന്നലെ രാത്രി അച്ഛനെ നോക്കി ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ സച്ചി വേണ്ട, നീ വെറുതെ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, നീ അവിടെ ചെന്ന് ഇരിക്കാൻ പറഞ്ഞു ശ്രുതി.
അപ്പം ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലടാ, ചോദിക്കത്തേ ഉള്ളൂ, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല, നീ അച്ഛനെ നോക്ക്, ഞാനിപ്പോൾ വരാം, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് ഓടി വരാടാന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് സച്ചി അങ്ങ് പോകുന്നു. ഈ സമയത്ത് ചന്ദ്രമതിയെ സമാധാനിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുക മകൻ. അമ്മ അപ്പുറം മുറിയിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ വരാൻ പറഞ്ഞു. നിൻ്റെ അച്ഛൻ ഈ നിലയിൽ കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ എങ്ങനെയാടാ ഉറങ്ങുന്നത് എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഉറങ്ങാൻ പറ്റുമോടാന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കുക. ശ്രുതിയും ആകെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹം എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ ആയത്, അദ്ദേഹത്തിന് മനസ്സിന് ഒരു ധൈര്യവും ഇല്ല, ഇപ്പോൾ ജോലിക്ക് പോയാൽ പോലും ഏത് നേരവും അദ്ദേഹം എന്നെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ഓരോന്നൊക്കെ പറയാം. അപ്പോഴത്തേക്ക് ഓടിക്കതച്ച് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വന്നു. രേവതി വന്നിട്ട് പിന്നെ ഒരാളിനെ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു അവർ. ഈ സമയത്ത് സുധിയൊക്കെ ഇങ്ങനെ അവിടെ ഐസിയുവിന് മുന്നിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ. അപ്പോഴാണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതിയെ കണ്ടപ്പോഴത്തേക്കും ചന്ദ്രമതി അങ്ങ് ഉറഞ്ഞു തുള്ളി അങ്ങ് ചെന്നില്ലേ, എന്തിനാടി നീ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്നും ചോദിച്ചു. അപ്പോൾ അമ്മേ ഞാൻ ഇപ്പോഴും അറിഞ്ഞത്, അച്ഛൻ എന്താ പറ്റിയെന്ന് ചോദിച്ചു. അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് വന്നതാണോടി നീയെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യപ്പെട്ടു. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു രേവതി. അന്നേരം ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെ പോലെ കാണുന്ന ഒരാളാണ് ഇപ്പോൾ ഐസിയുയിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ പറഞ്ഞു. ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ പാതി ജീവൻ പോയതുപോലെ ആയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ പറയാം. ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി ഓടി വന്നതാണെന്ന് പറഞ്ഞു. പിന്നെ അമ്മ അച്ഛൻ എന്താ പറ്റിയത്, ഇപ്പോൾ എങ്ങനെയുണ്ട് അമ്മ, ഒന്ന് പറ അമ്മ, എന്താ ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പം നിർത്തടി നിൻ്റെ അഭിനയമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി, നീ എത്ര കണ്ണുനീരൊഴിക്കാലും നിന്നെ ആരും വിശ്വസിക്കില്ല എന്നാണ് ചന്ദ്രമതി രേവതിയോട് പറയുന്നത്. നീ കാരണമാണ് അച്ഛനിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, നീ ചെയ്ത കാര്യം അച്ഛൻ അത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടെന്നും അത് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് അച്ഛൻ അറ്റാക്ക് വന്നതെന്നും പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ പറയുക. അപ്പോൾ രേവതി ഇങ്ങനെ വല്ലാണ്ട് നിൽക്കുക. രേവതി, നീ മുൻപിൻ നോക്കാതെ ചെയ്തൊരു കാര്യം ഇപ്പം എല്ലാവരെയും എവിടെ കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് നീ നോക്കാൻ ശ്രുതിയും പറയുന്നു. ഇവൾക്കതൊന്നും മനസ്സിലാവില്ല. എവിടെയോ ഉള്ള ഒരുത്തിയുടെ കഴുത്തിൽ താലിയും കെട്ടിച്ച് നീ എൻ്റെ കഴുത്തിലെ താലി അറുത്തുമാറ്റം നോക്കുമായിരുന്നല്ലേ എന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിക്കുമ്പം എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ, അങ്ങനെയൊന്നും പറയില്ലെന്ന് പറഞ്ഞു രേവതി. അച്ഛനൊന്നും പറ്റില്ലമ്മേ, അമ്മ എൻ്റെ ദൈവം അദ്ദേഹം, ദൈവം ഇങ്ങനെയൊക്കെ പറഞ്ഞാ നീ നിൻ്റെ കുടുംബവും അദ്ദേഹത്തിനെ വീഴ്ത്തിയത്. അപ്പം അമ്മ എന്ന് പറഞ്ഞ് രേവതി വിളിച്ചു. നിന്നെയൊക്കെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതിൻ്റെ ഫലമാടി അദ്ദേഹത്തിന് ഇപ്പം കിട്ടിയത്, നീയൊക്കെ ചേർന്ന് കൊടുത്തതെന്നും പറഞ്ഞാണ് ചന്ദ്രമതി രേവതിയെ കുറ്റപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീയാണെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ ശപിച്ച രീതിയിൽ സംസാരിക്കുന്നു. എന്നിട്ടിപ്പോൾ കണ്ണീരൊഴുക്കി അവൾ വന്നിരിക്കുക ആളമയക്കാനെന്നും പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ചന്ദ്രമതി സംസാരിക്കുന്നു. ഭയങ്കര ദേഷ്യത്തിലാണ് ചന്ദ്രമതി. ഈ സമയം നിന്റെ മനസ്സിൽ എന്താ നീ കരുതി വെച്ചിരിക്കുന്നത്? ശ്രീകാന്തിൻ്റെ വിവാഹം നടത്തി കൊടുക്കാൻ നീ ആരാ എന്നൊക്കെ സുധി ചോദിച്ചു. കല്യാണക്കാരി അറിഞ്ഞതോടെയാ അച്ഛനാകെ തകർന്നു പോയത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലെത്തിയ അച്ഛൻ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അതിനിടയിൽ സച്ചി കുടിച്ചിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് രേവതിയോട് സുധി പറഞ്ഞു. ആ പാവ മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ. ഒടുക്കം ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ, നീയാ തുടക്കം, എല്ലാത്തിനും കാരണക്കാരി നീയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ ഇതാക്കി പറയുന്നു സുധി. ഈ സമയം രേവതി ഇങ്ങനെ തകർന്ന് നിൽക്കുക കേട്ടോ. നീ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്തിച്ചു, ഇപ്പോൾ ഹോസ്പിറ്റലിലും സമാധാനമായില്ലേ നിനക്ക്? ഞങ്ങളെയൊക്കെ ഈ നിലയിലാക്കിയിട്ട് നീ നിൻ്റെ വീട്ടിലെ സന്തോഷത്തോടെ കഴിയടിയെന്നും പറഞ്ഞ് ചന്ദ്രമതി പറയുമ്പോൾ അമ്മേ ഞാനല്ല ഇതിനൊന്നും കാരണം, അമ്മേ അതിന് മാത്രം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അമ്മേ എന്ന് നമ്മുടെ രേവതി വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. അച്ഛന് വിഷമമാകുന്ന ഒന്നും ഞാൻ ചെയ്യില്ല അമ്മേ എന്നും പറഞ്ഞു. അദ്ദേഹത്തിന് നല്ലത് വരാൻ വേണ്ടി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നും പ്രാർത്ഥിക്കുന്നൊരു മകളാണ് ഞാൻ. അപ്പം നിർത്ത്, വേണ്ട, നിൻ്റെ അഭിനയം വേണ്ട, നിൻ്റെ കള്ളക്കണ്ണീര് അഭിനയമൊന്നും എൻ്റെ മുന്നിൽ നീ എടുക്കണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞു ഇവിടുന്ന്. എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരുത്തിയാണെന്നും പറഞ്ഞു. അങ്ങനെ ദേഷ്യത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും, എൻ്റെ മുന്നിൽ നിന്ന് നീ പോകാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ രേവതിയെ ഓടിച്ചു വിടാൻ നോക്കുക. എൻ്റെ മുന്നിൽ നിന്ന് പോ, അപ്പം ഞാൻ പോയിക്കോളാം അമ്മേ അച്ഛനെ ഒന്നും ഞാൻ കണ്ടിട്ട് പോയിക്കോളാമെന്ന് നമ്മുടെ രേവതി അന്നേരം പറഞ്ഞു. നീ എന്തിനാ അച്ഛനെ കാണണം, ഇനി നീ ഒരിക്കലും അദ്ദേഹത്തെ കാണരുതെന്ന് സുധി രേവതിയോട് പറയുന്നു. ഗെറ്റ് ഔട്ട്, ഇവിടെ നിന്ന് ഇറങ്ങി പോടി എന്നും പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു രേവതിയുടെ മുന്നിൽ. ആകെ പകച്ചു നിൽക്കുന്ന നമ്മുടെ രേവതിയെ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.